ഉണക്കമീൻ ഇങ്ങനെ ഉണ്ടാക്കി കഴിച്ചിട്ടില്ലാത്തൊരു ഒരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കുക, നിങ്ങൾക്ക് വളരെ ഇഷ്ടപ്പെടും. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാനിനകത്തിട്ട് എണ്ണ അടുപ്പ് വെച്ചിട്ടുണ്ട്. അതിൽ നമ്മുടെ സവോള അരിഞ്ഞത് ഒരു സവോള എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് വെളുത്തുള്ളി, പിന്നെ കരിയാപ്പില ഇതിട്ട് നന്നായിട്ട് മൂട്ടി കൊടുക്കുക. നല്ല ഫ്രഷ് കരിയാപ്പില ഇലാച്ചം കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് ധാരാളിത്തമായിട്ടാണ് കരിയാപ്പിലയൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു മാസത്തേക്ക് ഇനി ഇഷ്ടം പോലെ കരിയാപ്പില ഉപയോഗിക്കാം. അപ്പോൾ ഇതൊന്ന് നല്ലതായിട്ട് മൂപ്പിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ സവോള, വെളുത്തുള്ളി, കരിയാപ്പില നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്നുണ്ട്. ആ കൂട്ടത്തിലേക്ക് വറ്റൽമുളക് ഇട്ട് മൂപ്പിക്കുക. അപ്പോൾ വേണ്ട ഇതെല്ലാം മൂത്ത് വറുത്ത് കോരിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇതൊരു മിക്സിയുടെ ജാറിലേക്ക് വറുത്ത മീൻ, ഇത് നമ്മുടെ ചുറകാണ്. ആ ചുറക് ഞാൻ വറുത്ത് വെച്ചിരിക്കുന്നതാണ്. ഈ ചുറക് ആദ്യം ഒരു മിക്സിയുടെ ജാറിലിട്ടിട്ടൊന്ന് അടിച്ചെടുക്കുക. അതിലേക്ക് നമ്മളിത് മിക്സ് ചെയ്യണം. അപ്പോൾ അതാണ്ട് നമ്മുടെ ഉണക്കമീൻ ഈ ഒരു പാചകത്തിൽ നമുക്ക് ചതഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ ഈ വറുത്ത് വെച്ചിരിക്കുന്ന സാധനങ്ങളെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്നുകൂടെ അരച്ചെടുക്കണം. ഞാൻ ഈ ഒരു കയ്യിൽ ക്യാമറ പിടിച്ചുകൊണ്ട് ചെയ്യുന്നതുകൊണ്ട് ഇത് മൊത്തമായിട്ട് കാണിക്കാൻ ഇച്ചിരി പാടാണ്. അപ്പോൾ ഇനി ഇതും കൂടി ഞാനൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. അങ്ങനെ നമ്മുടെ ഉണക്കമീൻ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എൻ്റെ വായിക്കൂടെ വെള്ളം വരുന്നു. എനിക്ക് കാത്തിരിക്കാൻ ഒരു ക്ഷമയില്ല. ഇതിനിടയ്ക്ക് ഞാൻ വീഡിയോ കാണിച്ചില്ലെന്നേ ഉള്ളൂ. ഞാൻ ആ മിക്സിക്കകത്ത് ഇച്ചിരി ചോറിട്ട് ഉണ്ടു. അത് വീഡിയോ കാണിക്കാൻ മോശമാണെന്ന് ഓർത്ത് കാണിച്ചില്ല. അപ്പം ഞാനിത് കൂട്ടി ചോറിട്ട് കേട്ടോ. ആ കൂടെ നമ്മുടെ ചീരത്തോരൻ ഇവിടെ റെഡിയാണ്. നമ്മുടെ ഗാർഡനിൽ നിന്ന് പറിച്ച ഫ്രഷായിട്ടുള്ള ഓർഗാനിക് ആയിട്ടുള്ള ചീരത്തോരൻ ഇവിടെ റെഡിയാണ്. വേറെ കറി ഒന്നും വേണ്ട എനിക്ക് കഴിക്കാനായിട്ട്. ഇത് രണ്ടും ഉണ്ടെങ്കിൽ ധാരാളം. ആ കൂടെ ഞാൻ ലാസ്റ്റ് കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. മോരും വെള്ളം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മുടെ സംഭാർ അല്ലെങ്കിൽ മോരും വെള്ളം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് കൂട്ടി ഞാനൊന്ന് കഴിക്കട്ടെ കേട്ടോ. അപ്പോൾ വേണ്ട ഈ ഉണക്കമീൻ ചമ്മന്തി ഈ ചീരത്തോരനും കൂട്ടിയുള്ള ഒരു ഊണ് നമുക്ക് വേറെ എന്ത് കഴിച്ചാലും തൃപ്തി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര ടേസ്റ്റാണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ്. പിന്നെ നമ്മൾ ഈ ചമ്മന്തി അരിക്കുമ്പോൾ ശകലം ഒരു ഉപ്പ് ഇടുന്നത് കേട്ടോ. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾറെഡി ഉപ്പുമീൻ ഉണക്കമീൻ ആയതുകൊണ്ട് നല്ല ഉപ്പുണ്ട്. ഓ, സ്വർഗം കാണുന്ന രീതി അത്രയ്ക്ക് ടേസ്റ്റാണ്. അതുപോലെ നല്ല എരിവ്, ഇഞ്ചി എല്ലാം കൂടെയുള്ള ആ മോരുവെള്ളം കൂടെ അത്രയും ഭയങ്കര ടേസ്റ്റ്. അപ്പോൾ ഉണക്കമീൻ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ട്രൈ ചെയ്യുക. എനിക്ക് ഉണക്കമീൻ വറുത്ത് കൂടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ അതുപോലെ തന്നെ ഇഷ്ടമാണ് ഇതുപോലെ ചമ്മന്തിയായി കഴിക്കുന്നത്. അപ്പോൾ ഞാനൊന്ന് എൻജോയ് ചെയ്യട്ടെ കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. ബൈ.